എടി അടുത്ത ആഴ്ച പോവാന്നേ. ഈ ആഴ്ച എനിക്ക് സമയമില്ലെന്നേ. ഈ ആഴ്ച കൊണ്ടാകാൻ നിങ്ങൾ പ്രോമിസ് ചെയ്തതല്ലേ, എന്തായാലും ഈ ആഴ്ച തന്നെ പോകണം. നല്ല മൂവി എല്ലാവരും കണ്ടു. എടി എനിക്ക് സമയമില്ലാത്തതുകൊണ്ടല്ലേ. നോക്കട്ടെ എപ്പം ഗ്യാപ്പ് ഉണ്ടോ നോക്കാം. ആ ചെറുക്കന് ഒരിക്കലും ഒരു മനസമാധാനമില്ല. ഏത് നേരം കൂടുന്നും പറഞ്ഞ് അതിന് ചെവി തന്നുകൊണ്ടിരിക്കുമല്ലേ എപ്പോഴും. ദൈവമേ, എങ്ങനെ വളർന്ന ചെറുക്കനാണ്. ഇവള് എന്താ ഇതിന് മാത്രം ഇവിടെ ഇന്ന് ഈ വഴക്കുണ്ടാക്കുന്നതെന്ന് ആർക്കറിയാം. ഇവള് പുറത്ത് നമ്മളെ മുന്നിൽ ഒരു കുഴപ്പമില്ല, മുറിക്കകത്ത് കയറിയാൽ ഏത് നേരം വഴക്കാണ്. ഏത് നേരം. ഞാൻ എൻ്റെ മോളെ ഒന്ന് വിളിക്കട്ടെ, ഇതേ ഇങ്ങനെ വിട്ടാൽ പറ്റിയരുത്. അവനൊരു പെൺകൊന്തൻ, അവൻ മിണ്ടുവോ ഇല്ല പറയോ ഇല്ല. ഇവിടെ വീട്ടിൽ വിളിച്ച് പറയണ്ട ഇതൊക്കെ. പെണ്ണിനെ ഒന്ന് വിളിക്കട്ടെ. വിളിക്കുന്നില്ല ഞാൻ. പെണ്ണിനെ ഒന്ന് വിളിക്കാം. ഇത് വിളിച്ച് പറയാതെ ഇപ്പം ശരിയായില്ല. ഹലോ. എടി മോളെ, എൻ്റെ പെണ്ണെ ആ ചെറുക്കൻ്റെ ചെവി തിന്നുകൊണ്ടിരിക്കും അവള്. ഏത് നേരവും വഴക്കും പടയാ ആ പെരക്കകത്തോട്ട് കയറിയാൽ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെയാ, കുഴപ്പമൊന്നുമില്ല. മുറിക്കകത്ത് കയറിയ എന്നെ ആ ചെറുക്കനൊരു സ്വൈര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റിയല്ല. ഇതിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ടെന്നറിയാമോ? വിളിക്കാം അല്ലേ? അന്ന് എന്നേലും ഉണ്ടെങ്കിൽ അന്ന് എന്നെ വിളിക്കാം. അന്ന് ഏതെങ്കിലും ഒന്ന് വിളിക്കട്ടെ വേണ്ട അമ്മേനെ. ശരി. ദീപുമോൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്താ വേഗം വരണമെന്ന് പറഞ്ഞേ? വാ വാ. മോളെന്തി? ഇരിക്ക്. അമ്മേ എന്താ വിളിക്കാൻ പറയുന്നു ചെയ്യാതെ ഈ നേരത്തെ? ഇവിടുന്ന് വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ദീപുമോൻ്റെ അമ്മ വിളിച്ചിട്ടാ ഞാൻ വന്നേ. നീ ഒന്നും അറിഞ്ഞില്ലേ? എന്താ? ഞാനറിഞ്ഞില്ല. ഞാൻ വിളിച്ചിട്ടാ വന്നത് നിന്റെ അമ്മ. നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കത് വിളിച്ചപ്പോൾ മുതൽ ടെൻഷനായിരുന്നു. എന്താ കാര്യം എന്ന് പറ. എൻ്റെ മകനെ ഞാൻ എങ്ങനെ വളർത്തിയതെന്ന് നിങ്ങൾക്കറിയാവോ? എൻ്റെ മകൾക്ക് പോലും കൊടുക്കാത്ത സ്നേഹം കൊടുത്തിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. ഞങ്ങളുടെ മൂത്ത മകനാണ് അവൻ, അറിയാവോ? അവനെ കൊണ്ട് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അവനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ വളർത്തിയ കൊച്ച. ഇപ്പം അവന് സ്വൈര്യ സ്വസ്ഥതയുണ്ടോ? എൻ്റെ മോന്. നിങ്ങളുടെ മോളത് കൊടുക്കുന്നുണ്ടോ? ഏത് നേരം അവനുമായിട്ട് വഴക്കും പടയും തന്നെയാണ്. ആ ചെറുക്കന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മയെ എനിക്ക് ദണ്ണം ഉണ്ടാവൂലേ? അത് പറയാൻ വേണ്ടിട്ട് തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലമ്മേ. അവര് തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നല്ലേ പറയുന്നത്. നീ എന്താ വിചാരിച്ചേ? ഇവിടെ ഉള്ളവരെല്ലാം പൊട്ടന്മാരാന്നാണോ നീ വിചാരിച്ചേ? എനിക്ക് ചെവിക്ക് നല്ല കേൾവിയുണ്ട്. അവൻ പിന്നെ ഒരു പാവം ആയതുകൊണ്ട് ഒന്നും മിണ്ടിയല്ല, എല്ലാം സഹിച്ചു നിൽക്കും. അവൻ അങ്ങനെ സഹിച്ച് ക്ഷമിച്ചും ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അവൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അത് മാത്രമല്ല, അവൻ അവൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, നിന്റെ വീട്ടിലല്ല. നീ ഇങ്ങനെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഞാൻ സമ്മതിക്കല്ല, ഞാൻ വെച്ച് ഓർപ്പിക്കുകയില്ല. ഞാൻ വിളിച്ചിട്ട് തന്നെ നിന്റെ അമ്മ വന്നത്. കാറ്റിൽ നിന്ന് രണ്ടിലൊന്നും തീരുമാനം ഉണ്ടാക്കണമെന്ന്. എന്തുമാത്രം സാധനങ്ങളെ ഇവിടെ മേടിച്ച് കൂട്ടുന്നതെന്നറിയാമോ? അവനെ കൊണ്ട് മേടിപ്പിക്കും. എല്ലാ ദിവസവും കണക്കിന് സാധനങ്ങളാണ് അവൻ മേടിച്ചുകൊണ്ട് വരുന്നത്. അത് പോട്ടേന്ന് വെക്ക്. ഓർഡർ ചെയ്തിട്ട് എന്തോരാണ് വരുത്തുന്നത്. എന്തുമാത്രം സാധനങ്ങളെ ഈ മുറ്റത്ത് വരുന്നത്. എൻ്റെ ചേച്ചി പെൺപിള്ളേരായിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. അത് എത്രമാത്രം പറയേണ്ട കാര്യങ്ങളുണ്ടോ? പെൺപിള്ളേർക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം. അത് തന്നെയല്ലേ ഞങ്ങൾ വെറും കൈയോടെ ഒന്നും അല്ലല്ലോ ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മോക്ക് കൊടുത്തോണ്ടല്ലേ ഞങ്ങൾ ഇവിടെ 3 നേരം ഉണ്ണുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെ ഇരുന്ന കൊച്ച. ഇപ്പൊ അതിന്റെ കോലം കണ്ട, അതിന്റെ നിറവും പോയി, അതിന്റെ തടിയും പോയി, കുണവും പോയി, എല്ലാം പോയി. അമ്മേ, നീ മിണ്ടാതിരിക്കെ. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ ഒരു വാക്ക് നീ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞോ? ഞങ്ങൾ ഒരു പ്രശ്നവും ഇല്ലമ്മേ. ഇവിടെ ഒരു പ്രശ്നം ഇല്ലാഞ്ഞിട്ടാണ് ഇവരെ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവരുടെ ഈ വഴക്കും പടയും ആട്ടും തുപ്പൊന്നും കേട്ട് കഴിയേണ്ട ഒരു ഗതികേട് നിനക്കില്ല കേട്ടോ. നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് അതിന്റെ ഒരു ഗതികേടും ഇല്ല. എന്റെ മോനും ഇരുന്നേ. നിങ്ങളുടെ മകളെ സഹിച്ച് കിടക്കേണ്ട ഗതികേട് എന്റെ മോനും ഇല്ല. മര്യാദയ്ക്ക് വളർത്തണം പെൺപിള്ളാരെ. നീ വീട്ടിലോട്ട് പോരെ. നിനക്ക് എന്നെ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തിട്ട് പോരാ നീ വീട്ടിലോട്ട്. അല്ലേ? കൊണ്ടുപോയിക്കോ. എന്താ ചേച്ചി പ്രശ്നം? നീ വാ. ഞാൻ നോക്കുമ്പോ ഇവിടെ അമ്മയും വരുന്നുണ്ട്. ഇവിടുന്ന് ഭയങ്കര ബഹളവും കേട്ടു, ഒച്ചത്തിലുള്ള സംസാരമൊക്കെ. എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ ഓടി വന്നതാണ്. എന്റെ ദീപ്തി, എങ്ങനെ പറയാതിരിക്കുമെന്ന് പറ. ഇവിടെ നടക്കുന്നത് വല്ലതും നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇവളൊരു നേരെ ആ ചെറുക്കിന് സൂര്യം കുടിക്കുകയില്ല. നിനക്കറിയാലോ ഞങ്ങൾ എങ്ങനെ വളർത്തിയതാന്നവനെ. എന്റെ ചേച്ചി, എനിക്ക് അറിയത്തില്ല എന്താ പ്രശ്നം എന്ന്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല.
അതിനൊരു പ്രശ്നം അവർ തമ്മിൽ ഇല്ലെന്നല്ലേ അവള് പറയുന്നത്. പുറത്ത് നിങ്ങളോടും ഇവിടെ വീട്ടിലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ആ മുറിക്കകത്തോട്ട് കയറി ഏത് നേരം ആ ചെറുക്കനുമായിട്ട് വഴക്കാണ്. അവൻ പിന്നെ ഒരു പാവമാണ്, ഒന്നും കുടുംബത്തിന്റെ സമാധാനം ഓർത്തിട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാനുള്ളതാണ് എൻ്റെ മകന്റെ ജീവിതം. ആണോ? ഞാൻ അതുകൊണ്ട് ഇവളുടെ അമ്മേനെ ഞാൻ വിളിപ്പിച്ചതാണ്. കാര്യം ഇവരും കൂടി അറിയണ്ടേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതുപോലെയൊക്കെ സംസാരിക്കുന്ന ഈ സ്ത്രീയോട് എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? നിങ്ങൾ ദീപുവിനെ വിളിച്ചോ ആരെങ്കിലും? ഇല്ല, അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല. വിളിക്ക്, അവൻ വരട്ടെ. ഇതുവരെ അവനൊന്നും പറഞ്ഞിട്ടില്ല. വിളിക്ക്. നിങ്ങൾ രണ്ടമ്മമാരും കൂടി ഇപ്പൊ ഞങ്ങളെ രണ്ടും രണ്ട് പാത്രത്തിലാക്കുവോ? അവൻ വരട്ടെ, അവന് പറയാനുള്ള എന്താന്ന് കേൾക്കാം. അല്ലാണ്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ വന്നോ? എന്താ ചേച്ചി ഇവിടെ പ്രശ്നം? ദീപു, ഞാനിപ്പോ ഇവിടുന്ന് ഇവരുടെ ബഹളം കേട്ടിട്ട് വന്നതാ. എന്താ അമ്മേ പ്രശ്നം? നീ ഒന്നും പറയുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്. മാത്രമല്ല എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ എന്ത് കേട്ടെന്നായി പറയുന്നേ? എടാ, ആ മുറിയിൽ നീ സ്വസ്ഥമായിട്ട് ഒരു ദിവസമെങ്കിലും നീ കിടന്നുറങ്ങുന്നുണ്ടോ? ഈ കൂടാന്ന് പറഞ്ഞ് എന്നാന്നേ നിന്റെ ചെവിയിലോട്ട് ഈ ഊതി തരുന്നത്? ഇപ്പൊ ഞങ്ങള് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. അമ്മ എന്തിനാ ഒളിഞ്ഞു കേൾക്കാൻ വരുന്നേ? ഞാനൊന്നും ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല. ഞാൻ അതിലേ പോകുമ്പോൾ കേൾക്കുന്നവര്. ഞാൻ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്, എനിക്കെന്താ കേൾക്കാൻ മേലെ? നിലവിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അമ്മ വെറുതെ ഇതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇപ്പം ജീവിക്കുന്നത്. അല്ല, ഞാൻ വിചാരിച്ചു പ്രശ്നമാണ്, അതുകൊണ്ട്. കേട്ടില്ലേ, ഇവര് തമ്മിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം? ഈ ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് വലിച്ചു വലുതാക്കി നിങ്ങൾ തകർക്കാൻ നോക്കുന്നത് ആരാ? സ്വന്തം മക്കളുടെ ഭാവിയാണ്. ഒരു പരിധി കൂടുതൽ ദയവ് ചെയ്തിട്ട് ആരും ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത്. അത് അവരുടെ ജീവിതമാണ്. അത് വെറുതെ ബാക്കിയുള്ളവർ സംസാരിച്ച് വഷളാക്കി. ഇതിപ്പോ അവർക്ക് വിവരം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ എത്തേണ്ട പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയോ? പല സ്ഥലത്ത് മാതാപിതാക്കളാണ് മക്കളുടെ ജീവിതം അറിഞ്ഞോ അറിയാതെയോ നശിപ്പിക്കുന്നത്. അത് നിങ്ങളൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അവരുടെ ലൈഫ് അവർ നോക്കിക്കോളും. ഓക്കെ, അതിന് അവർ വീണ് പോയി എഴുന്നേറ്റ് നടക്കാൻ അവർക്കറിയാം. അതിനുള്ള ഏജ് അവർക്കായി. എന്താ പറയണ്ടേ നിങ്ങളോടൊക്കെ? കഷ്ടം തന്നെ. എന്നാ എനിക്കിനി പോകാലോ അല്ലേ? അത് ഞാൻ നിക്കണോ പോണോ? അല്ല, ചായ കുടിച്ചിട്ട് പോയാ പോരെ? ഇനിയിപ്പോ ഉച്ച ആറായില്ലേ, ചോറ് തിന്നിട്ട് പോവാന്ന. ശരി.